ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫൺസോറ ചാനലിലേക്ക് ഹാർദവമായ സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നാളത്തേക്കുള്ള ഇൻട്രാഡേ അനാലിസിസ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ഞാനിത് ഇന്നലെ ചെയ്ത വീക്ക്ലി അനാലിസിസിന്റെ ലെവൽസ് ആണ്, അതുകൊണ്ട് വ്യത്യാസം ഉണ്ടാവും ഇൻട്രാഡേ അനാലിസിസ് ചെയ്യാൻ നേരത്തെ. വീക്ക്ലി അനാലിസിസ് സ്വിംഗ് ട്രേഡുകാർക്ക് വേണ്ടിയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിന്ന് ഇൻട്രാഡേ അനാലിസിസ് നോക്കാം. ആദ്യമേ തന്നെ നമുക്ക് എടുത്തു കാണിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ 15 മിനിറ്റ്സിൽ, ഇതിപ്പോൾ 1 അവർ ചാർട്ടാണ്, 15 മിനിറ്റ്സിൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ ഫോർമേഷൻ നമുക്ക് കാണാം. പക്ഷെ 15 മിനിറ്റ്സിലായതുകൊണ്ട് കുറച്ചും കൂടി ശ്രദ്ധിച്ച് കാണണം. കാര്യം 15 മിനിറ്റ്സിൽ സൂം ചെയ്താൽ മാത്രമേ ഈ ഇൻവേർട്ടഡ് ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ ഫോർമേഷൻ കാണാൻ പറ്റുള്ളൂ. നല്ല പ്രോപ്പർ ആയിട്ടുള്ള ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ ആണ്. അത് മാത്രമല്ല, നമ്മുടെ മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്ന ലെവൽ എന്ന് പറയുന്നത് 23,657 എന്ന ലെവല്, ആ ലെവലും റെസ്പെക്ട് ചെയ്യുന്ന ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ ആണ്. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഇവിടെ നിന്ന് താഴ്ത്തോട്ട് ബ്രേക്ക് ഔട്ട് ആയാൽ, അതായത് ഞാൻ ലെവൽസ് പറയുന്നതാണ്, ഇതിവിടെ നിന്ന് താഴ്ത്തോട്ട് ബ്രേക്ക് ഔട്ട് ആയാൽ നല്ലൊരു ഫോള് ഉണ്ടാവുന്നതായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് തിരിച്ച് 1 അവർ ചാർട്ടിൽ പോയിട്ട് ഇൻഡെപ്ത് ആയിട്ടുള്ള അനാലിസിസ് ഞാൻ പറയാം. അപ്പൊ ആദ്യമേ തന്നെ ഇന്നത്തെ ക്ലോസിങ് ഞാൻ മാർക്ക് ചെയ്തോട്ടെ. ഇന്നത്തേന്ന് വെച്ചാൽ കഴിഞ്ഞ ഫ്രൈഡേ നമ്മുടെ നിഫ്റ്റി ക്ലോസ് ചെയ്തത് 23,657 എന്ന ലെവലിലാണ് ഫ്രൈഡേ ക്ലോസിങ് വന്നത്. ബൈസെൽ വാല്യൂ വന്നത് 23,643.50. ഇവിടെയും സെയിം തന്നെ വാല്യൂ ആയിരിക്കും ഇവിടെയും വരുന്നത്. അത് തന്നെയാണ് ഞാൻ പറയുന്നത്. ബൈസെൽ വാല്യൂ എന്ന് പറയുന്നത് ഇതാണ്. കമന്റ് സെക്ഷനിൽ ഒരു വ്യൂവർ ചോദിച്ചിരുന്നു എന്താ ഈ ബൈസെൽ വാല്യൂ എന്ന്. അതായത് ബൈ ചെയ്ത ആ ലാസ്റ്റ് ആയിട്ട് ബൈ ചെയ്ത വാല്യൂ, സെൽ ചെയ്ത വാല്യൂ, മാർക്കറ്റ് ക്ലോസ് ആയ വാല്യൂ അല്ല, അവസാനമായിട്ട് ബൈ ചെയ്ത വാല്യൂ, സെൽ ചെയ്ത വാല്യൂ, അതാണ് ഈ ബൈസെൽ വാല്യൂ എന്ന് പറയുന്നത്. അത് 23,643.50 ആണ്. അത്ര വലിയ മൂവ്മെന്റ് അല്ല ഫ്രൈഡേ ഉണ്ടായത്. -46 പോയിന്റ്സ് ഡൗൺവേർഡ് മൂവ്മെന്റ്, കംപ്ലീറ്റ്ലി ഫ്ലാറ്റ് ആയിട്ടേ നമ്മൾ എടുക്കുകയുള്ളൂ. കാര്യം നിഫ്റ്റിയുടെ ആവറേജ് മൂവ്മെന്റ് 100 to 200 പോയിന്റ്സ് ആണ്. -0.19% ഡൗൺവേർഡ് മൂവ്മെന്റ്. വീക്ക്ലിയുടെ പെർസെൻറ്റേജും കാര്യങ്ങളൊക്കെ ഇൻഡെപ്ത് ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എങ്ങനെ വരുമെന്ന്. പക്ഷെ നമ്മൾ ഇൻട്രാഡേയിൽ നോക്കുമ്പോൾ അനാലിസിസ് മാറും. അപ്പോൾ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം, ഇവിടെ ഗ്യാപ്പ് ഉണ്ട്. ഈ ഗ്യാപ്പിന്റെ വാല്യൂ, മുകളിലാണ് ഗ്യാപ്പ് ഉള്ളത്. ഈ ഗ്യാപ്പിന്റെ വാല്യൂ വരുന്നത് ഏകദേശം 148 ഉണ്ട്. നമുക്ക് റൗണ്ട് അപ്പ് ആയിട്ട് 150 പോയിന്റ്സ് വരുന്ന ഗ്യാപ്പാണ് മുകളിലുള്ളത്. അതുപോലെ തന്നെ താഴെ നോക്കുവാണെങ്കിൽ താഴെ ഇനി ഏകദേശം 100 പോയിന്റ്സും കൂടി ഫിൽ ആകാനുണ്ട്. അത് ഫുള്ള് വരച്ചു കഴിയുമ്പോൾ മനസ്സിലാവും ഇത്രയും വലിയ ഗ്യാപ്പ് ആയിരുന്നു. പക്ഷെ ഇപ്പോൾ മാർക്കറ്റ് പതുക്കെ ക്ലോസ് ആയി. ഇനി ഒരു കുറച്ച് പോയിന്റ്സും കൂടിയേ ഫില്ലാകാനുള്ളൂ. ആ പോയിന്റ്സ് എന്ന് പറയുന്നത് ഏകദേശം 117 ആണ്. നമുക്ക് റൗണ്ട് അപ്പ് ആയിട്ട് 100 എന്ന് ഇടാം. ഞാൻ കറക്റ്റ് എടുത്തോട്ടെ. ഓക്കെ, 117 പോയിന്റ്സ് ഉണ്ട്. ഞാൻ റൗണ്ട് അപ്പ് ആയിട്ട് 100 പോയിന്റ്സ് എന്ന് എഴുതുന്നുണ്ട്. 100 പോയിന്റ്സ് ഗ്യാപ്പ് കൂടി നിഫ്റ്റിയിൽ താഴെ ഫില്ലാനുണ്ട്. അതുകൊണ്ട് തന്നെ ഈ എം പാറ്റേൺ 15 മിനിറ്റ്സിലെ എം പാറ്റേൺ ആക്ടിവേറ്റ് ആയാൽ ഇവിടെ വന്ന് ഈ ഒരു ലെവലിൽ വന്ന് കുറച്ചും കൂടി താഴ്ത്തോട്ട് വന്നിട്ട് റീട്രേസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. മുഴുവൻ 100 പോയിന്റ്സ് ഗ്യാപ്പും ക്ലോസ് ആവില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ കറന്റ്ലി ഗിഫ്റ്റ് നിഫ്റ്റി നോക്കുവാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി സൈഡ് വേസ് ആണ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, അത്ര വലിയ ഒരു ബ്രേക്ക് ഡൗൺ ഒന്നും ഉണ്ടായിട്ടില്ല. അത് മാത്രമല്ല, ഒരു ഡെയിലി ചാർട്ട് എടുത്ത് നോക്കുവാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഏകദേശം ഒരു മുകളിലോട്ടും ഇല്ല താഴോട്ടും ഇല്ലാത്ത ഒരു ഫുൾ ഡേ ക്യാൻഡിലാണിത്. ഇത് അങ്ങനത്തെ ഒരു മൂവ്മെന്റ് ആണ് ഗിഫ്റ്റ് നിഫ്റ്റി തന്നേക്കുന്നത്. അതുകൊണ്ട് തന്നെ നാളത്തെ മൂവ്മെന്റ് അഥവാ താഴ്ത്തോട്ട്, പിന്നെ അത് മാത്രമല്ല ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ഇവിടെ ഉണ്ടായിരുന്ന ഗ്യാപ്പും കംപ്ലീറ്റ്ലി എന്ന് പറയാറായിട്ടില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യം മനസ്സിലാവും. ഞാനൊന്ന് കറക്റ്റ് വെച്ചോട്ടെ. ഒരു ചെറിയ പോയിന്റ്സും കൂടി ഫില്ലാനുണ്ട്. അത് ഗിഫ്റ്റ് നിഫ്റ്റിനെ അപേക്ഷിച്ച് നമ്മൾ അത്ര സീരിയസ് ആയിട്ട് എടുക്കില്ല. എന്നാലും ആ ഒരു പോയിന്റും കൂടി ഫില്ലാകാൻ മാർക്കറ്റ് എങ്ങാനും താഴ്ത്തോട്ട് വരുവാണെങ്കിൽ അത് മോർണിംഗ് മാർക്കറ്റ്, നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നിഫ്റ്റിയിൽ റിഫ്ലക്ട് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഒരു ഗ്യാപ്പ് ഡൗൺ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ചു വേണം മോർണിംഗ് ട്രേഡ്സ് എടുക്കുന്നവര് ട്രേഡ് എടുക്കാനായിട്ട്. ഓക്കെ, ഇനി നമ്മുടെ ബാക്ക് ടു നമ്മുടെ ഇൻട്രാഡേ അനാലിസിസിലോട്ട് ഞാൻ നിഫ്റ്റി 50യിൽ നമ്മൾ 1 അവർ ചാർട്ടിലോട്ട് തിരിച്ചു വരുവാണ്. അപ്പോൾ 1 അവർ ചാർട്ടിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായില്ലേ? അതായത് നമ്മൾ
ഈ പറഞ്ഞ മെയിൻ 2 ലെവൽസ് നമുക്ക് നോക്കേണ്ടത് എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് ഫസ്റ്റ് ലെവല് നമ്മൾ നോക്കേണ്ട സപ്പോർട്ട് ലെവലാണ് ഞാൻ പറയാൻ പോകുന്നത്. 23,500 ഇവിടെ കൊണ്ടുവരും. 23,500 ഈ ഒരു ലെവല് ഫസ്റ്റ് സപ്പോർട്ട് ലെവലാണിത്. 23,500 എന്ന ഈ ഇൻട്രാഡേ ലെവല് സപ്പോർട്ട് ലെവല് ബ്രേക്ക് ഔട്ട് ആയി കഴിഞ്ഞാലാണ് നമുക്കൊരു ഇവിടെ നിന്നൊരു ഫോള് പ്രതീക്ഷിക്കാവുന്നത്. എന്നാലും മനസ്സിലാക്കുക, ഞാൻ നേരത്തെ പറഞ്ഞു നിഫ്റ്റിയുടെ ആവറേജ് മൂവ്മെന്റ് 100 to 200 പോയിന്റ്സ് ആണ്. അപ്പോൾ ഇവിടെ നിന്ന് ഫോൾ ഉണ്ടായാലും ഓൾറെഡി 155 പോയിന്റ്സ് ഉണ്ട്. ഇവിടെ ഫോൾ ഉണ്ടായാൽ ഓൾറെഡി 155 പോയിന്റ്സ് ഉണ്ട്. പിന്നെ ബാക്കി വരാൻ എത്ര പോയിന്റ്സ് ഉണ്ട്? ഏകദേശം 200 പോയിന്റ്സ് ഉണ്ട്. അപ്പൊ ഏകദേശം ഇവിടെ നിന്ന് ഫോള് നോക്കുവാണെങ്കിൽ, ഇപ്പൊ നിൽക്കുന്നിടത്തുനിന്ന് ഫോള് നോക്കുവാണെങ്കിൽ ഏകദേശം 379 പോയിന്റ്സ് ആയിരിക്കും. കറക്റ്റ് പറഞ്ഞാൽ 400ന്റെ അടുത്ത് ഫോൾ ചെയ്യണം. അങ്ങനെ ഫോൾ ചെയ്ത് ഗ്യാപ്പ് ഫില്ലാണെങ്കിൽ ഒരു ഗ്യാപ്പ് ഡൗൺ ഇതുപോലെ ഉള്ള ഒരു ഗ്യാപ്പ് ഡൗൺ ഒക്കെ ഫോം ചെയ്താൽ മാത്രമേ ഈ 100 പോയിന്റ്സ് ഫില്ല് ചെയ്യാൻ ചാൻസ് ഉള്ളൂ. കൂടുതലും ഗ്യാപ്പ് ഡൗൺ ഉണ്ടായാലും, വലിയ ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ മാത്രമേ 100 പോയിന്റ്സ് ഫില്ല് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ ഇവിടം വരെ വന്നിട്ട് പിന്നെ ഈ 100 പോയിന്റ്സിന്റെ വളരെ ചെറിയ വല്ല പോയിന്റ്സ് ഇതുപോലെ വല്ല ഫില്ലായിട്ട് പിന്നെ അവിടെ നിന്ന് മാർക്കറ്റ് റീട്രേസ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ 23,500 ഇമ്പോർട്ടന്റ് ലെവലായിട്ട് നിങ്ങൾ കാണണം. ഓക്കെ, അതുപോലെ തന്നെ റെസിസ്റ്റൻസ് ലെവൽ നോക്കാനുള്ളത് 23,800 ആണ്. ഇത് വീക്ക്ലിയിലും ഇൻട്രാഡേയിലും ഫസ്റ്റ് റെസിസ്റ്റൻസ് ലെവലാണ്. ഇവിടെ കൊണ്ടുവരും 23,800. ഇതെടുക്കാനുള്ള കാര്യം ഞാൻ പലതവണയായി പറയുന്നത് റിപ്പീറ്റഡ് ആയിട്ട്, അതായത് പലതവണ മാർക്കറ്റ് റെസ്പെക്ട് ചെയ്തിട്ടുള്ള ലെവലാണ്. വളരെ ഇമ്പോർട്ടന്റ് ലെവലാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടോ, ഇവിടെ 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 പിന്നെ ഇവിടെ ഒരു ചെറിയ ഗ്യാപ്പോട് കൂടിയാണെങ്കിൽ ഇവിടെ അതും റെസ്പെക്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 23,800 നമ്മുടെ ഇമ്പോർട്ടന്റ് ഇൻട്രാഡേ റെസിസ്റ്റൻസ് ലെവലായിട്ട് വരും. അത് മാത്രമല്ല, നമുക്ക് മെയിൻ ആയിട്ട് ഇത് അനാലിസിസ് ചെയ്യുമ്പോൾ കാണുന്നത് ഇൻട്രാഡേയിൽ ഹൈ ടു ലോ എടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും 5% ഫോൾ ആണ് ഉണ്ടായിരിക്കണം. 1,231 പോയിന്റ്സ് ഡൗൺഫോൾ ഉണ്ടായതിനു ശേഷമാണ് ഇപ്പോൾ മാർക്കറ്റ് കുറച്ചെങ്കിലും റിക്കവർ ചെയ്ത്, നമുക്കിവിടെ പറയുവാനാണെങ്കിൽ 2%ഓളം റിക്കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, 5ൽ 2%ഓളം റിക്കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഫുൾ ഡൗൺവേർഡ് മൂവ്മെന്റ് നോക്കുവാണെങ്കിൽ മാർക്കറ്റിന്റെ ആവറേജ് ആണിത്. അതായത് 5% എന്ന് പറഞ്ഞതിന്റെ ആവറേജ് ലൈൻ ആണിത്. ആ ആവറേജ് ലൈനിന്റെ താഴെയാണ്, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് ആവറേജ് ലൈൻ വരുന്നത്. ഏകദേശം ഇവിടെ കൊണ്ടുവരും. അതിന്റെ താഴെയാണ് ഇപ്പോൾ മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു ബുള്ളിഷ് മൂവ്മെന്റ് എക്സ്പെക്ട് ചെയ്യണമെങ്കിൽ ഈ 23,800 മാത്രമല്ല, ഈ ആവറേജ് ലൈനും ക്രോസ് ചെയ്ത് മുകളിലോട്ട് പോകണം. എന്നാൽ മാത്രമേ, ആവറേജ് ലൈൻ എന്ന് പറയുന്നത് ഏകദേശം 24,000 വരും. അതും ക്രോസ് ചെയ്താലേ നമുക്ക് ഒരു ബുള്ളിഷ് മൂവ്മെന്റ് നമ്മുടെ മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അത് വളരെയധികം നോട്ട് ചെയ്യണം കാര്യം. ഇതാണ് ഞാനതും മാർക്ക് ചെയ്തിട്ടേക്കാം. ഇതാണ് നമ്മുടെ ആവറേജ് പൊസിഷൻ. നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഇതാണ് നമ്മുടെ ആവറേജ് പൊസിഷൻ ആയിട്ട് നിൽക്കുന്ന ഈ ഒരു ലെവല് ബ്രേക്ക് ഔട്ട് ആവണം. എന്നാൽ മാത്രമേ നമുക്ക് ഒരു ബുള്ളിഷ് മൂവ്, ഒരു ചെറിയ റീട്രേസ്മെന്റ് ഒക്കെ ഉണ്ടാകും, എന്നാലും ഒരു ബുള്ളിഷ് മൂവ് ഉണ്ടാവുള്ളൂ. ഇവിടെയും നമ്മുടെ ആവറേജ് മൂവ്മെന്റ് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആവറേജ് മൂവ്മെന്റ് ഇത്രയും തന്നെ, ഈ ആവറേജ് മൂവ്മെന്റ് ലൈൻ വരെ തന്നെ എത്ര പോയിന്റ്സ് ഉണ്ട്? 203 പോയിന്റ്സ് ഉണ്ട്. അപ്പോൾ അഥവാ ഒരു ഗ്യാപ്പ് അപ്പ് ഉണ്ടായാൽ മാത്രമേ നമുക്ക് ഇവിടെ നിന്നൊരു ബ്രേക്ക് ഔട്ട് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച മാർക്കറ്റിൽ നടന്ന പോലെ ഈ 2 സോണില് സൈഡ് ഇൻട്രാഡേയുടെ കാര്യമാണ് പറയുന്നത്. വീക്ക്ലിയിൽ വ്യത്യാസമുണ്ട്. വീക്ക്ലിയിൽ അതനുസരിച്ചുള്ള ഞാൻ വീക്ക്ലിയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, ആ വീഡിയോ കണ്ടാൽ മതി. അതുകൊണ്ട് തന്നെ ഇൻട്രാഡേയിൽ ഞാൻ ഇതൊന്ന് ഇത്തിരി ഷെയ്ഡ് ലൈറ്റ് ആക്കുവാണ്, ക്ലിയർ ഒന്നും കൂടി മറ്റ് ഡ്രോയിങ്സ് ആയിട്ട് മിക്സ് ആകാതിരിക്കാനാണ്. അതുകൊണ്ട് തന്നെ ഇൻട്രാഡേയിൽ നമ്മൾ നോക്കേണ്ട ഇമ്പോർട്ടന്റ് ലെവൽ 23,800 ബ്രേക്ക് ആവുന്നുണ്ടോ എന്നാണ്. അല്ലെങ്കിൽ ഇവിടെ സൈഡ് വേസ് നടക്കുന്നതായിരിക്കും. ഈ ഒരു പൊസിഷനിൽ വീണ്ടും സൈഡ് വേസ് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മെയിൻ ലെവൽസ് എന്ന് പറയുന്നത് ഇതുമാണ്. അത് ഞാൻ മാർക്ക് ചെയ്തോട്ടെ.
ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെയിൻ ലെവൽസ് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന ഒന്നിതും ഈ ഡോട്ടഡ് ലൈൻസ് ആണ് ഞാൻ വരക്കുന്നത്, പിന്നെ ഒന്ന് ഇതുമാണ്. ഇത് രണ്ടുമാണ് നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ലെവൽസ് വരുന്നത്. ഇതിൻ്റെ ആവറേജ് ആണ് ഞാനിപ്പോൾ എടുത്തേക്കുന്നത്. അതായത് ആ ആവറേജ് ലൈനും ഒന്ന് ഡോട്ടഡ് ആയിട്ട് വരക്കാം. ആവറേജ് ആണ് ഞാൻ ഈ എടുത്തേക്കുന്നത്. ഈ ആവറേജ് ബ്രേക്ക് ഔട്ട് ആണ്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ കഴിഞ്ഞ ഫ്രൈഡേയിലെ ഇൻഡെക്സസ് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം സൈഡ് വേസ് ആയിരുന്നു. ഒന്നും 1% എബവ് ബെയറിഷ് ആയിട്ട് പോയിട്ടില്ല. അത് മാത്രമല്ല സെക്ടോറിയൽ ഇൻഡിസസിൽ നോക്കാനുള്ളത് നിഫ്റ്റി IT ഇപ്പോൾ നല്ലോണം പെർഫോം ചെയ്യുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസും നിഫ്റ്റി മെറ്റലും ഇത്തിരി എന്ന് പറഞ്ഞാൽ 1% മുകളിൽ ബെയറിഷ് ആയിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് നിഫ്റ്റി മെറ്റൽ 1.93%, പിന്നെ നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് 1.67%. ഇതിന്റെയൊക്കെ കാരണങ്ങൾ എന്താണെന്നും ഇപ്പോൾ യുദ്ധത്തിന്റെ അവസ്ഥ എന്താണെന്നും ഒക്കെ വീക്ക്ലി അനാലിസിസ് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ വീഡിയോ കണ്ടാൽ മതി, ഇനിയും പറഞ്ഞ് റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഓക്കെ. അതുപോലെ തന്നെ നിഫ്റ്റി മീഡിയയും നല്ലോണം പെർഫോം ചെയ്യുന്നുണ്ട്. ഇനി നമ്മുടെ ഇൻഡെക്സസ് നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി 50യുടെ ഷെയർ മാർക്കറ്റിന്റെ ടോപ്പ് ഗെയിനേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും വലിയ ടോപ്പ് ഗെയിനർ ആയിട്ട് വന്നത് TMPV, പിന്നെ ഡോക്ടർ റെഡ്ഡി, ഇൻഫി, കോൾ ഇന്ത്യ എന്നിവയൊക്കെയാണ് ഏറ്റവും വലിയ ടോപ്പ് ഗെയിനേഴ്സ് ലിസ്റ്റിൽ വന്നത്. ലൂസേഴ്സ് ലിസ്റ്റിൽ ഏറ്റവും വലിയ ലൂസറായിട്ട് വന്നത് ഹിൻഡാൽകോ ആണ്. അതിന്റെ തൊട്ടുപുറകെ ഇറ്റേണൽ. ഇനി നമ്മുടെ ബാങ്ക് നിഫ്റ്റി നോക്കുവാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ ഏറ്റവും വലിയ ലൂസറായിട്ട് വന്നത് PNB ബാങ്കും ബാങ്ക് ഓഫ് ബറോഡയും കാനറ ബാങ്കുമാണ്. ഗെയിനേഴ്സിൽ ലിസ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ HDFC ബാങ്ക് ആണ് ഏറ്റവും വലിയ വെയിറ്റേജ് ഹോൾഡ് ചെയ്യണേന്ന് അറിയാലോ. നിഫ്റ്റി 50യിൽ 15% HDFCയുടെ കൺട്രോൾ ഉള്ളത് നിഫ്റ്റി 50യിൽ. അപ്പൊ അത് വെച്ച് നോക്കാൻ നേരത്ത് HDFC ബാങ്ക് ബുള്ളിഷ് ആയിട്ട് പോയെങ്കിൽ 0.06 എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി സൈഡ് വേസ് നെഗ്ലിജിബിൾ ആണ്. അതേസമയം കൊഡാക് ബാങ്ക്, ഫെഡറൽ ബാങ്ക്, ICICI ബാങ്ക് ഒക്കെ കുറച്ചെങ്കിലും ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്തു. അതിനകത്ത് കൊഡാക് ബാങ്ക് ആണ് ഇത്തിരി 1.38% അത്രയും ബുള്ളിഷ് ആയിട്ട് മൂവ് ചെയ്തത്. ഓക്കെ. ഇനി നമുക്ക് ബാങ്കിങ് സെക്ടറിലെ ബാങ്ക് നിഫ്റ്റിയിലോട്ട് കടക്കാം. അപ്പൊ ബാങ്ക് നിഫ്റ്റി ഇത് ഞാൻ വീക്ക്ലി അനാലിസിസ് ചെയ്തതാണ്. നമുക്ക് ഇനി ഇൻട്രാഡേ അനാലിസിസ് ചെയ്യാം. അപ്പൊ ബാങ്ക് നിഫ്റ്റിയും ഇവിടെ 15 മിനിറ്റ്സിൽ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിയില് നിഫ്റ്റി 50 പോലെ ഒരു പാറ്റേൺ ഇല്ല. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ചെറിയ ഒരു എം പാറ്റേൺ ഉണ്ടെങ്കിൽ അത് ഓൾറെഡി ആക്ടിവേറ്റ് ആയ എം പാറ്റേൺ ആണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇതാണ് ഒരു ചെറിയ എം പാറ്റേൺ ഉണ്ടായത് 15 മിനിറ്റ്സിൽ. പക്ഷെ അത് ഓൾറെഡി ഇതാണ് ഇതിന്റെ ആക്ടിവേഷൻ പൊസിഷൻ, ഓൾറെഡി ആക്ടിവേറ്റ് ആയതാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് പാറ്റേൺസ് ഒന്നും എടുത്തു പറയാൻ നമ്മുടെ ബാങ്ക് നിഫ്റ്റിയിൽ ഇല്ല. ഓക്കെ. അപ്പോൾ നമുക്ക് ക്ലോസിംഗ് വെച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമേ തന്നെ നമ്മുടെ ക്ലോസിംഗ് വന്നത്, അതായത് ഫ്രൈഡേ 53,782 ആണ് ഫ്രൈഡേ ക്ലോസിംഗ് വന്നത്. ബൈസെൽ വാല്യൂ വന്നത് 53,710.35. ഇവിടെ നോക്കാം. നെഗറ്റീവ് 418 പോയിന്റ്സ് ഡൗൺ, നെഗറ്റീവ് 0.77% ഡൗൺവേർഡ് മൂവ്മെന്റ് നൽകിയിട്ടുണ്ട്. ഈ 418 പോയിന്റ്സ് നമ്മൾ കൺസിഡറബിളി ബെയറിഷ് ആയിട്ട് തന്നെ കാണും, സൈഡ് വേസ് ആയിട്ടല്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ബാങ്ക് നിഫ്റ്റിയുടെ ആവറേജ് മൂവ്മെന്റ് 150 to 300 പോയിന്റ്സ് ആണ്. അത് വെച്ച് നോക്കാൻ നേരത്ത് 418 പോയിന്റ്സ് ഗ്യാപ്പ് ഇല്ലാതെ തന്നെ 418 പോയിന്റ്സ് ഡൗൺഫോൾ എന്ന് പറയുന്നത് നല്ലൊരു ബെയറിഷ് മൂവ്മെന്റ് ആണ്. ഇവിടെ ഡെയിലി ചാർട്ടിൽ നോക്കിയാലും മനസ്സിലാവും. കണ്ടോ, നല്ലൊരു ഈ ഒരു സിംഗിൾ ക്യാൻഡിലാണ് ഡെയിലി ചാർട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. നല്ലൊരു ബെയറിഷ് മൂവ്മെന്റ് ആണ്, നല്ലൊരു ബെയറിഷ് ക്യാൻഡിൽ തന്നെയാണ് ബാങ്ക് നിഫ്റ്റിയിൽ ഫോം ചെയ്തത്. പിന്നെ നിഫ്റ്റിയുടെ പോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയുടെ ഒരു ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് സൂം ചെയ്താൽ കാണിച്ചു തരാം. ഇവിടെ കണ്ടോ, ഇവിടെ നിന്ന് ട്രെൻഡ് ലൈൻ വരച്ചു കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിയും സെൽ ട്രെൻഡിലാണ്. ഓക്കെ. ഇവിടെ നിന്ന് ട്രെൻഡ് ലൈൻ വരച്ചാലും ഇപ്പോഴത്തെ ഈ ലേറ്റസ്റ്റ് ആയിട്ടുള്ള മൂവ്മെന്റ്, അതായത് കഴിഞ്ഞ ഫ്രൈഡേയിലത്തെ മൂവ്മെന്റ് നോക്കിയാലും സെൽ ട്രെൻഡ് ലൈനിൽ തന്നെയാണ് നിൽക്കുന്നത്. അതും മനസ്സിൽ കാണണം. ഇത് വെച്ച് നമുക്ക് ബാക്കിയുള്ള അനാലിസിസ് ചെയ്യാം. അപ്പോൾ ഈ ട്രെൻഡ് ലൈൻ വെച്ച് നോക്കുവാണെങ്കിൽ ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക്ഔട്ട് ചെയ്യണം, എന്നാൽ മാത്രമേ ഈ സെൽ ട്രെൻഡ് ലൈനിൽ നിന്ന് ബുള്ളിഷ് ആയിട്ട് മൂവ് ചെയ്യുള്ളൂ. അതിന് കാണേണ്ട ഇമ്പോർട്ടന്റ് ഫസ്റ്റ് ലെവൽസ് ഓഫ് റെസിസ്റ്റൻസ് ആണ് ഈ മാർക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഇൻട്രാഡേ റെസിസ്റ്റൻസ് ലെവൽ 1 വരുന്നത് 54,000 ആണ്. ഇതായിരിക്കും
ബാങ്ക് നിഫ്റ്റിയുടെ ഇൻട്രാഡേ റെസിസ്റ്റൻസ് ലെവൽ 1 വരാൻ പോകുന്നത്. പിന്നെ അതുപോലെ തന്നെ രണ്ടാമത്തെ റെസിസ്റ്റൻസ് ലെവല് 54,000 ബ്രേക്ക് ഔട്ട് ആയി കഴിഞ്ഞാൽ നമുക്ക് നോക്കേണ്ടത് 54,400 ആണ്. ഇതായിരിക്കും ഇൻട്രാഡേ റെസിസ്റ്റൻസ് 2 ആയിട്ട് ആക്ട് ചെയ്യാൻ പോകുന്നത്. രണ്ടും ഇമ്പോർട്ടന്റ് ലെവൽസ് ആണ്. ഈ രണ്ട് ലെവലും ബ്രേക്ക് ഔട്ട് ആയാൽ മാത്രമേ നമുക്കൊരു അപ്വേർഡ് മൂവ്മെന്റ് കിട്ടുള്ളൂ. അതുപോലെ തന്നെ ഞാൻ നിഫ്റ്റിയിൽ കാണിച്ച പോലെ തന്നെ ഇവിടെ നോക്കാം. നമ്മുടെ ഹൈ ടു ലോ എടുക്കുവാണെങ്കിൽ കണ്ടോ, ഇതാണ് ഇതിന്റെ ആവറേജ് ലെവൽ. ഞാൻ ആവറേജ് ലെവൽ ഒന്ന് മാർക്ക് ചെയ്യാം. ഇതാണ് ഇതിന്റെ ആവറേജ് ലെവൽ. ഈ ആവറേജ് ലെവല് ബ്രേക്ക് ഔട്ട് ആണ്. അതായത് 54,723 നമുക്ക് 700 റൗണ്ട് അപ്പ് ആയിട്ട് എടുക്കാം. അത് നല്ലൊരു ക്ലോസിങ്ങോടെ ബ്രേക്ക് 1 അവർ ക്യാൻഡിലിൽ ഒറ്റ ഏതെങ്കിലും ഒരു ദിവസം ക്ലോസ് ആവുകയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്നുള്ള അപ്വേർഡ് മൂവ്മെന്റ്, ഇവിടെയുള്ള ചെറിയ ഗ്യാപ്പ് ക്ലോസിങ്ങും ഒക്കെ പ്രതീക്ഷിക്കാൻ പറ്റും. അതുവരെ മാർക്കറ്റ് ഇങ്ങനെ ഒരു ഈ ഒരു മൂവ്മെന്റിലായിരിക്കും മൂവ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത നോക്കാനുള്ള സപ്പോർട്ട് ലെവൽ ആയിരിക്കും. അതായത് ഇവിടെ കൊണ്ടുവരും സപ്പോർട്ട് ലെവല്. ഈ സപ്പോർട്ട് ലെവലിന്റെ വാല്യൂ എന്ന് പറയുന്നത് 53,200 ആണ്. ഇതായിരിക്കും ഇൻട്രാഡേ സപ്പോർട്ട് 1 ആയിട്ട് ആക്ട് ചെയ്യുന്നത്. കാര്യം എന്താന്ന് വെച്ചാൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ഈ 53,200 രണ്ട് തവണ സപ്പോർട്ട് മീറ്റ് ചെയ്ത ലെവലാണ്. ഓക്കെ, അന്നത്തെ ഡബിൾ ബോട്ടം പാറ്റേൺ ആയിരുന്നു ഇത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഇതിനെ ഡബിൾ ബോട്ടം പാറ്റേൺ എന്നാണ് പറയുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, രണ്ട് തവണ W പാറ്റേണിൽ സ്ട്രെങ്തി ആയിട്ടുള്ള പാറ്റേൺ ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡബിൾ ബോട്ടം പാറ്റേൺ ആണ് വന്നിരിക്കുന്നത്. ഈ ഡബിൾ ബോട്ടം പാറ്റേൺ ആണ് ആക്ടിവേറ്റ് ആയി കുറച്ചെങ്കിലും ബുള്ളിഷ് പോയത്. ഇപ്പൊ ആ ഡബിൾ ബോട്ടം പാറ്റേൺ അല്ലെങ്കിൽ രണ്ട് തവണ ആ സപ്പോർട്ട് മീറ്റ് ചെയ്തുകൊണ്ട് 53,200 ഇമ്പോർട്ടന്റ് സപ്പോർട്ട് ലെവലായിട്ട് വരും. ഇത് 1 അവർ ടൈം ഫ്രെയിമിൽ 1 അവർ ക്യാൻഡിൽ കൺഫർമേഷൻ വെച്ച് ഈ ഒരു ലെവൽ ബ്രേക്ക് ഔട്ട് ആവുകയാണെങ്കിൽ ഇവിടെ നിന്ന് മാർക്കറ്റ് കൂടുതൽ താഴോട്ട് സെല്ലേഴ്സ് സൈഡിലോട്ട് മൂവ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ 54,000 ബ്രേക്ക് ഔട്ട് ആവുകയാണെങ്കിൽ നമ്മുടെ ട്രെൻഡ് ലൈൻ, അതായത് നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന സെൽ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് ആവുകയും ഒരു ചെറിയ മൂവ്മെന്റ് 54,400 വരെ നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഫിൻ നിഫ്റ്റി നോക്കാം. അപ്പൊ ഫിൻ നിഫ്റ്റിയില് ആദ്യമേ തന്നെ ക്ലോസിംഗ് മാർക്ക് ചെയ്തോട്ടെ. ഫിൻ നിഫ്റ്റി ക്ലോസ് ചെയ്ത വാല്യൂ എന്ന് പറയുന്നത് 25,367 ഫിൻ നിഫ്റ്റിയുടെ ക്ലോസിംഗ് ഫ്രൈഡേ വന്നത്. ബൈ സെൽ വാല്യൂ വന്നത് ഏകദേശം 23,343.85 നെഗറ്റീവ് 128.65 പോയിന്റ്സ് ഡൗൺ 0.15% ആണ് ഡൗൺവേർഡ് മൂവ്മെന്റ് നൽകിയത്. ഈ ഫിൻ നിഫ്റ്റിനെ അപേക്ഷിച്ച് നോക്കാൻ നേരത്ത് ആവറേജ് മൂവ്മെന്റ് ഫിൻ നിഫ്റ്റിയിൽ വരുന്നത് 150 to 200 പോയിന്റ്സ് ആണ്. ബാങ്ക് നിഫ്റ്റിയിൽ 150 to 300 ആണെങ്കിൽ ഫിൻ നിഫ്റ്റിയിൽ 150 to 200 പോയിന്റ്സ് ആണ് ആവറേജ് മൂവ്മെന്റ് വരുന്നത്. അത് വെച്ച് നോക്കാൻ നേരത്ത് ഫിൻ നിഫ്റ്റി അത്ര വലിയ ബെയറിഷ് ആയിട്ടല്ല മൂവ് ചെയ്തത്. എന്നാലും 150യുടെ അടുത്ത് വരെ വന്നിട്ടുണ്ട്. ഒരു സൈഡ് വൈസ് ആയിട്ട് കണക്കാക്കിയാൽ മതി. 0.51% ആണ് പെർസെൻറ്റേജ് വൈസ് മൂവ്മെന്റ് വന്നത്. വീക്കിലി നോക്കുവാണെങ്കിലും മൊത്തം ആഴ്ചത്തെ നോക്കുവാണെങ്കിൽ 3.08% ആണ് ബെയറിഷ് ആയിട്ട് മൂവ് ചെയ്യുന്നത് പെർസെൻറ്റേജ് വൈസ്. അപ്പോൾ ഇത് വെച്ച് നമ്മൾ നോക്കുവാണെങ്കിൽ ഫിൻ നിഫ്റ്റി ജസ്റ്റ് ഒന്ന് 15 മിനിറ്റ്സിലോട്ട് ഞാൻ ഷിഫ്റ്റ് ചെയ്യാനുണ്ട്. കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. ഫിൻ നിഫ്റ്റി നമ്മൾ പറഞ്ഞ ഈ ഡബിൾ ബോട്ടം പാറ്റേണിൽ നിന്ന് ബ്രേക്ക് ഔട്ട് ആയിട്ട് നല്ലൊരു സൈഡ് വേസ് മൂവ്മെന്റ് ആയിരുന്നു തന്നുകൊണ്ടിരുന്നേച്ചത്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു മൂവ്മെന്റ് ആണ് ഫിൻ നിഫ്റ്റി തന്നുകൊണ്ടിരുന്നേച്ചത്. അത് കഴിഞ്ഞ് ആ സൈഡ് വേസ് മൂവ്മെന്റിൽ നിന്ന് ബ്രേക്ക് ഔട്ട് ആയി മാർക്കറ്റ് താഴ്ത്തോട്ട് പോയി. ഓക്കെ, അപ്പോൾ ഇത് വെച്ചാണ് നമുക്ക് അനാലിസിസ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ഇനി നോക്കാനുള്ള ഇമ്പോർട്ടന്റ് റെസിസ്റ്റൻസ് ആൻഡ് സപ്പോർട്ട് നമുക്ക് നോക്കാം നാളത്തേക്കുള്ളത്. അപ്പോൾ ഫിൻ നിഫ്റ്റിനെ അപേക്ഷിച്ച് നമുക്ക് ഗ്യാപ്പ് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇൻട്രാഡേയിൽ 2500 ആയിരിക്കും ഇമ്പോർട്ടന്റ് സപ്പോർട്ട് ലെവലായിട്ട് വരുന്നത്. 2500 ഇൻട്രാഡേ സപ്പോർട്ട് 1 ആയിട്ട് ആക്ട് ചെയ്യും. അതുപോലെ തന്നെ റെസിസ്റ്റൻസ് ലെവൽ വരാൻ പോകുന്നത് ഇവിടെ കൊണ്ടായിരിക്കും. ഇതെന്ന് പറയുന്നത് 25,600. കാര്യം ഈ ഒരു സൈഡ് വേസ് ലെവലാണ് ബ്രേക്ക് ഔട്ട് ആവേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ 25,600 നമ്മുടെ ഇൻട്രാഡേ റെസിസ്റ്റൻസ് 1 ആയിട്ട് എടുക്കുന്നത്. ജസ്റ്റ് സൈഡ് വേസ് കൊണ്ട് മാത്രമല്ല
വോളിയം അനാലിസിസും സെന്റിമെന്റൽ അനാലിസിസും കൂടി ഇൻക്ലൂഡ് ചെയ്യുമ്പോഴും ഈ 25600 റെസിസ്റ്റൻസ് 1 വളരെ ഇമ്പോർട്ടന്റ് റെസിസ്റ്റൻസ് ആയിട്ട് വരും. കാര്യം ഇവിടെ ഒരു ചെറിയ ഗ്യാപ്പും കൂടിയുണ്ട്. ഇവിടെ നോക്കിക്കൊള്ളണം, ഇവിടെ ഒരു ചെറിയ ഗ്യാപ്പും കൂടിയുണ്ട്. ആ ഗ്യാപ്പ് കംപ്ലീറ്റ്ലി ഫില്ലായിട്ടില്ല, നെഗ്ലിജബിൾ ഗ്യാപ്പാണ്, എന്നാലും അതൊരു കൺസിഡറേഷനിൽ വരും. ആ ഗ്യാപ്പും കൂടി ക്ലോസ് ആയാലായിരിക്കും പിന്നെ ഒരു മുകളിലോട്ടുള്ള മൂവ്മെന്റ് ഉണ്ടാവുള്ളൂ. അതിന് കൺഫേം ആക്കാൻ വേണ്ടി നമുക്ക് 1 അവർ ബുള്ളിഷ് ക്യാൻഡിൽ 1 അവർ ടൈം ഫ്രെയിമിൽ, ഞാൻ 1 അവർ ടൈം ഫ്രെയിമിൽ എടുക്കാം. 1 അവർ ടൈം ഫ്രെയിമിൽ 1 അവർ ബുള്ളിഷ് ക്യാൻഡിൽ നമുക്ക് കിട്ടണം. ഇതിങ്ങോട്ട് വെച്ചോട്ടെ. 1 അവർ ബുള്ളിഷ് ക്യാൻഡിൽ കിട്ടിയാൽ മാത്രമേ നമുക്ക് ഇവിടെ നിന്നൊരു അപ്വേർഡ് മൂവ്മെന്റ് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. അല്ലാത്ത പക്ഷം ഇവിടെ വന്നേച്ചും, മാർക്കറ്റ് മുകളിലോട്ട് പോയാലും ഇവിടെ വന്നേച്ചും തിരിച്ച് നല്ലൊരു കൺഫർമേഷൻ ബുള്ളിഷ് ക്യാൻഡിൽ കിട്ടിയില്ലെങ്കിൽ മാർക്കറ്റ് ഇവിടെ വന്നേച്ച് താഴ്ത്തോട്ട് റീട്രേസ് ചെയ്യുന്നതായിരിക്കും. അതായത് ഇങ്ങനെ പോയിട്ട് പിന്നെ താഴ്ത്തോട്ട് റീട്രേസ് ചെയ്യുന്നതായിരിക്കും ഫിൻ നിഫ്റ്റിയിൽ. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇമ്പോർട്ടന്റ് അനാലിസിസ് നിഫ്റ്റി 50, ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റിയുടെ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കാം. ഞാൻ അനാലിസിസ് ചെയ്യണ പോലെ നിങ്ങൾക്ക് ഇൻഡെപ്ത് ആയിട്ട് അനാലിസിസ് പഠിക്കണമെങ്കിൽ അഫ്കോഴ്സ് നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ 8870135772 എന്ന നമ്പറിലാണ്. ഈ നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ അറിയാവുന്ന എത്ര അറിയാവുന്നെന്ന് പറയണം. ബേസിക് മുതൽ വേണമെങ്കിൽ ബേസിക് മുതൽ എന്താണ് സ്റ്റോക്ക് എന്ന് മുതൽ അഡ്വാൻസ് ലെവൽ വരെ പഠിപ്പിച്ചു തരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഓൾറെഡി കുറച്ചൊക്കെ അറിയാവുന്ന ആൾക്കാരാണെങ്കിൽ അതുപോലെ നമ്മൾ കോഴ്സ് സ്ട്രക്ചർ ചെയ്ത് തരുന്നതായിരിക്കും. ഫുള്ളി ലൈഫ് ടൈം ആക്സസും ഫുള്ളി ലൈഫ് ടൈം സപ്പോർട്ടോടും കൂടിയായിരിക്കും, വാട്സാപ്പ് സപ്പോർട്ടോട് കൂടിയായിരിക്കും കോഴ്സ് വരുന്നത്. 1 ടൈം പേയ്മെന്റേ ഉണ്ടാവുള്ളൂ. താല്പര്യമുള്ളവർക്ക് 8870135772 വാട്സാപ്പ് മെസ്സേജോ വാട്സാപ്പ് കോളോ ചെയ്യാവുന്നതാണ്. അതുവഴി നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്ത് കൂടുതൽ കോഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിഞ്ഞതിന് ശേഷം ജോയിൻ ചെയ്യാവുന്നതാണ്. ഞാൻ അപ്പോൾ ഒരു സെബി രജിസ്റ്റേർഡ് ഓഫീസർ അല്ല, അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന അനാലിസിസ് എൻ്റെ എക്സ്പീരിയൻസും ടെക്നിക്കൽ അനാലിസിസ് തിയറിയും പ്ലസ് മാർക്കറ്റ് ന്യൂസ് അപ്ഡേറ്റ്സും കമ്പൈൻ ചെയ്ത് പറയുന്ന അനാലിസിസ് ആണ്. അത് 100% കറക്റ്റ് ആണോ എന്നില്ല, എനിക്കും തെറ്റുപറ്റാം. പിന്നെ ഞാൻ ഒരു സ്റ്റോക്കോ കമ്പനിയോ ഒരു സ്റ്റോക്ക് ബ്രോക്കറെയോ പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഈ വീഡിയോ കംപ്ലീറ്റ്ലി എഡ്യൂക്കേഷണൽ പർപ്പസ് ആണ്. ഇതിനകത്ത് എൻ്റെ ചാനലിൽ ഞാൻ മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ടെക്നിക്കൽ അനാലിസിസ് വഴി ഏത് മെയിൻ ആയിട്ടുള്ള ഇൻഡെക്സസ് ലൈക്ക് നിഫ്റ്റി 50, ഫിൻ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി എങ്ങനെ നമുക്ക് അനാലിസിസ് ചെയ്യാം എന്ന് വരച്ച് അനലൈസ് ചെയ്ത് പഠിപ്പിക്കുന്ന ചാനലാണ്. പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു സ്റ്റോക്ക് വാങ്ങിച്ച് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ സെബി രജിസ്റ്റേർഡ് ഓഫീസറോടോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അഡ്വൈസറോട് ചോദിച്ചിട്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. ഇന്നത്തെ വീഡിയോത്തേക്ക് ഇത്രയേ ഉള്ളൂ. അപ്പൊ താങ്ക് യു, ബൈ. നാളെ 9 മണിക്കും 10:30ക്കും ഇടയിൽ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും ഫണ്ട്സോറയിൽ നിന്ന് വിടാം. താങ്ക് യു, ബൈ. ഹാവ് എ നൈസ് ഡേ.